ഹായ് മക്കളെ, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ഭാഗമായ മുരിങ്ങാമരത്തോപ്പ് എന്ന പാഠഭാഗമാണ്. പ്രശസ്ത എഴുത്തുകാരൻ ഉണ്ണികൃഷ്ണൻ പുത്തൂരിൻ്റെ അനുഭവങ്ങളുടെ നേർക്കാഴ്ചകളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് നമ്മുടെ പാഠഭാഗം. ഒരു ദേശത്തെ വർണ്ണിച്ചുകൊണ്ടാണ് പാഠഭാഗം ആരംഭിക്കുന്നത്. കേരള നാടായ ചേറ്റുവ മണപ്പുറത്തിൻ്റെ പ്രത്യേകതയാണ് ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ നേപ്പാളിലെ ഒരു ഗ്രാമത്തെക്കുറിച്ചും വർണ്ണിക്കുന്നതായി നമുക്ക് കാണാം. ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ ആശയത്തിലേക്ക് പോകാം. നേപ്പാളിലെ സോട്ടിയ ജില്ലക്കാരിയായ ഒരു പെൺകുട്ടിയാണ് ഉഷാകുമാരി. അവൾ കേരളത്തിലെ ചേറ്റുവ മണപ്പുറം സ്വദേശിയായ ഒരു പട്ടാളക്കാരനായ പഴനിക്കാട് ശിവശങ്കരൻ നായരെ യാദൃച്ഛികമായി കണ്ടുമുട്ടുന്നു. സുബേദാർ KPS നായർ എന്ന അപരനാമത്തിലായിരുന്നു ആ പട്ടാളക്കാരൻ അറിയപ്പെട്ടിരുന്നത്. നേപ്പാളിലെ ഒരു കുഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഉഷാകുമാരി കമ്പിളി ഉടുപ്പുകൾ തുന്നിയായിരുന്നു ഉപജീവനം കഴിച്ചിരുന്നത്. എന്നാൽ അവൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ആ പട്ടാളക്കാരൻ എവിടേക്കോ സ്ഥലം മാറിപ്പോയി. തൻ്റെ പ്രിയങ്കരനായ കാമുകൻ തന്നെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കി സംരക്ഷിക്കുമെന്ന് ശുദ്ധഗതിക്കാരിയായ ആ അമ്മ വിശ്വസിച്ചിരുന്നു. അവൾക്ക് ജനിച്ച നരേന്ദ്രൻ എന്ന മകൻ 5 വയസ്സ് മുതൽ അവൻ്റെ അച്ഛനെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ താൻ ജനിച്ചതു മുതലേ അമ്മ ദുഃഖിതയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. അമ്മ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അച്ഛൻ്റെ നാടിനെക്കുറിച്ച് വിസ്തരിച്ച് മകനോട് പറയുമായിരുന്നു. എന്നാൽ അവനത് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. വെറും കെട്ടുകഥകളാണെന്ന് അവൻ കരുതി. എന്നാൽ ഒരു കാര്യത്തിൽ നരേന്ദ്രന് ഉറപ്പുണ്ടായിരുന്നു. ഏതോ ഒരു മനുഷ്യൻ എവിടെയോ അവൻ്റെ അച്ഛനായി ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യത്തിൽ. കാരണം അച്ഛനും അമ്മയും കൂടി ഏതോ ഒരു പൂന്തോട്ടത്തിൽ വച്ചെടുത്ത ഫോട്ടോ അതായിരുന്നു ആ വിശ്വാസത്തിൻ്റെ ഏക തെളിവ്. ഒരു പഴയ ഫോട്ടോയിൽ നിന്നും തൻ്റെ അച്ഛൻ ഗൗരവക്കാരനായിരുന്നു എന്നും മനസ്സിലാക്കി. ഒരു പട്ടാളക്കാരൻ്റെ പതിവ് മീശ അയാൾക്കുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ക്ലീൻ ഷേവ് ചെയ്ത പൗരുഷം നിറഞ്ഞ മുഖമായിരുന്നു. പൂച്ചക്കണ്ണും കൂട്ടിമുട്ടിയ പുരികവും കട്ട മൂക്കും ഒരു ആജാന ബാഹുവായിരുന്നു അയാൾ. അച്ഛനും അമ്മയും കൂടിയുള്ള ഫോട്ടോ നരേന്ദ്രൻ എന്നും എപ്പോഴും കൂടെ കരുതിയിരുന്നു. അവർ എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടെന്ന് അവൻ വിശ്വസിച്ചു. അച്ഛനോട് വെറുപ്പും അമ്മയോട് വാത്സല്യവുമായിരുന്നു നരേന്ദ്രന്. നരേന്ദ്രൻ ജനിച്ച് 23 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇനിയും തൻ്റെ അച്ഛനെ നേരിട്ട് കാണാൻ അവന് കഴിഞ്ഞിട്ടില്ല. അച്ഛൻ്റെ വരവ് പ്രതീക്ഷിച്ച് അനേകം നാളുകൾ അവൻ തള്ളി നീക്കി. അവിടെ വരുന്ന ട്രക്കുകളിലും ജീപ്പുകളിലും ആ പട്ടാളക്കാരനെ അവൻ കാത്തിരുന്നു. തന്നെയും അമ്മയെയും അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് അവൻ കരുതിയിരുന്നു. പൂർജ പത്രങ്ങൾ, അതായത് ഹിമാലയത്തിൽ കാണുന്ന ഒരു തരം വൃക്ഷം, അതിൻ്റെ ഇലകൾ പെറുക്കിയെടുത്ത് കെട്ടുകളാക്കി തലച്ചുമടേറ്റി ബദ്രയിലും കേദാർനാഥിലും സന്ദർശനം നടത്തുന്ന തീർത്ഥാടകർക്ക് വിറ്റായിരുന്നു ദുഃഖിതയും രോഗിണിയുമായ തൻ്റെ പെറ്റമ്മയെ നരേന്ദ്രൻ പോറ്റിയിരുന്നത്. മഞ്ഞെന്നോ മഴയെന്നോ വെയിലെന്നോ വകവയ്ക്കാതെ ഒറ്റയ്ക്കുള്ള യാത്രയിൽ പലപ്പോഴും അവൻ്റെ കണ്ണുകൾ ഈറനായി. കാലം കഴിയുന്തോറും തൻ്റെ പിതാവ് മനസാക്ഷിയില്ലാത്തവനായിരുന്നു എന്ന തിരിച്ചറിവ് ആ മകനിൽ വൈരാഗ്യവും വെറുപ്പും സൃഷ്ടിച്ചു. നരേന്ദ്രൻ്റെ നാടായ നേപ്പാളിൽ കടുകുചെടിയുടെ പൂക്കളും കുടകപ്പാലയുടെ പൂക്കളും മലങ്കാറ്റിന് സുഗന്ധമേകി. നേപ്പാളിലെ വിശുദ്ധ നദിയായ ഖണ്ഡകയിലെ സ്ഫടികക്കല്ലുകൾ പലതും ഋതുഭേദങ്ങൾക്കൊത്ത് സാളഗ്രാമങ്ങളായി രൂപപ്പെട്ടു. സാളഗ്രാമങ്ങളെന്നാൽ വിഷ്ണു ഭഗവാന്റെ രൂപമായി ആരാധിക്കുന്ന കല്ല് എന്നാണ് അർത്ഥം. അതുപോലെ കൃഷ്ണശിലകൾ നദീപ്രവാഹത്തിൽ അലിഞ്ഞ് ധാതുക്കളായി മാറി. കാലം കുഴിച്ചിട്ട ഇലകൾ മണ്ണിനെ ഓർവരയാക്കി എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ടമാക്കി എന്നാണ് അർത്ഥം. ഈ പ്രയോഗങ്ങളെല്ലാം തന്നെ മാറിമറിഞ്ഞ കാലഘട്ടങ്ങളെയും ഋതുഭേദങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. കാലങ്ങൾ കൊഴിഞ്ഞു പോയിട്ടും ഋതുക്കൾ മാറി വന്നിട്ടും പ്രകൃതിയിലെ പലതിനും മാറ്റമുണ്ടായിട്ടും തൻ്റെ പിതാവ് മാത്രം തന്നെ കാണാനായി തിരക്കി ഈ നാട്ടിലേക്ക് വന്നില്ലല്ലോ എന്ന ദുഃഖമാണ് നരേന്ദ്രനുള്ളത്. ഒരിക്കൽ നരേന്ദ്രൻ ബുദ്ധഗയ എന്ന ക്ഷേത്രം സന്ദർശിക്കുകയും അവിടെ ധ്യാനത്തിലിരുന്ന തഥാഗതൻ അഥവാ ബുദ്ധ സന്യാസിയെ കാണുകയും ചെയ്തു.
അവിടെ സുത്തങ്ങൾ അഥവാ ബുദ്ധൻ്റെ ഉപദേശങ്ങൾ സങ്കീർത്തനങ്ങളായി ആലപിക്കുന്ന ഭജനയിൽ പങ്കെടുക്കുകയും ചെയ്തു. അവിടെ വച്ച് നരേന്ദ്രന് ഒരു പുരോഹിതൻ്റെ അനുഗ്രഹം ലഭിച്ചു. താൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടെത്താതിരിക്കില്ല, അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക, അതിൽ മാത്രം ശ്രദ്ധിക്കുക, ശ്രമം ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവൻ്റെ ഉള്ളറയിൽ, മനസ്സിൻ്റെ ഉള്ളറയിൽ തെല്ലുനേരം സാന്ത്വനത്തിൻ്റെ അഥവാ നല്ല വാക്കിൻ്റെ കുളിർക്കാറ്റ് വീശി. ഇന്ന് സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഗൂർഖ വാച്ച്മാനായി നരേന്ദ്രൻ ജോലി നോക്കുന്നു. സ്വന്തം ജന്മദേശത്തു നിന്നും തുടങ്ങിയ യാത്ര പലയിടങ്ങളും കണ്ടു. പല സമ്പന്നരുടെയും വീടിന് മുന്നിൽ കാവൽക്കാരനായി ജോലി നോക്കിയ നരേന്ദ്രൻ എന്നാൽ ഒരിടത്തും അവൻ ഉറച്ചു നിന്നില്ല. ഒരു ലക്ഷ്യം മാത്രമായിരുന്നു അവൻ്റെ മുന്നിൽ: തൻ്റെ പിതാവിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. തൻ്റെ സർവസ്വവുമായിരുന്ന അമ്മയുടെ മരണശേഷം അമ്മയുടെ ശവക്കൂനയിൽ അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് നാൽപ്പാമരത്തിൻ്റെ, അതായത് 4 മരങ്ങൾ, അത്തി, ഇത്തി, അരയാൽ, പേരാൽ തുടങ്ങിയ മരങ്ങളുടെ ഓരോ തൈകളും ഓരോ കമ്പുകളും അതുപോലെ പാരിജാതത്തിൻ്റെ ഒരു കമ്പും ഒടിച്ചു കുത്തി തൻ്റെ കടമകളെല്ലാം നിർവഹിച്ചു എന്ന കൃതാർത്ഥതയോടെ അവൻ തൻ്റെ പിതാവിനെ തിരക്കി ഇറങ്ങി. അങ്ങനെ അവൻ തൻ്റെ പിതാവിൻ്റെ നാടായ കേരളത്തിലെ ചേറ്റുവ മണപ്പുറത്ത് എത്തിച്ചേരുന്നു. അമ്മയിൽ നിന്നും പിതാവിൻ്റെ ജന്മദേശത്തിൻ്റെ സവിശേഷതകളും വിശുദ്ധിയും അവൻ വിസ്തരിച്ചു കേട്ടിരുന്നു. എന്നാൽ അവയൊന്നും അവൻ്റെ മനസ്സിൽ യാതൊരു സ്ഥാനവും പിടിച്ചിരുന്നില്ല. ചേറ്റുവ മണപ്പുറം ഒരു ദ്വീപായിരുന്നു. പോത്തുലഞ്ഞു നിൽക്കുന്ന പറങ്കിമാവിൻ തോപ്പുകളും പൂഴിമണൽ നിറഞ്ഞ വഴിയോരങ്ങളിൽ കായ്ച്ചു നിൽക്കുന്ന മുരിങ്ങാ മരങ്ങൾ, പച്ചക്കുണുക്കിട്ട് കാറ്റിലാടി ഉലയുന്ന പുന്നമര സുന്ദരികൾ, മണൽപ്പരപ്പിൽ വളർന്നു നിൽക്കുന്ന രാമച്ചക്കാടുകൾ, നാട്ടുമാവുകൾ, പായൽ കുളങ്ങൾ, കൈത്തോടുകൾ, തോടുകൾക്കിരുപുറവും കരവച്ച പൂക്കൈതകൾ, അറ്റക്കഴകൾ. അതൊരു ദ്വീപായിരുന്നു. 3 ഭാഗവും പുഴ, പടിഞ്ഞാറ് കടൽ. അപ്പോൾ നമുക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നരേന്ദ്രൻ്റെ അച്ഛൻ്റെ നാടായ ചേറ്റുവ മണപ്പുറത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനെല്ലാം പുറമെ ഇടിഞ്ഞു പൊളിഞ്ഞ ടിപ്പു സുൽത്താൻ്റെ പഴയ കോട്ട സമുദ്രത്തിൻ്റെ കയ്യേറ്റത്തിൽ തകർന്നിരുന്നു. തെല്ലുമാറി സേട്ടിൻ്റെ ബംഗ്ലാവ്, ദേശത്തെ നാടുവാഴിയുടെ കടം വന്ന് ലേലത്തിൽ വച്ച എട്ടുകെട്ട് തുടങ്ങിയവയെല്ലാം അവിടുത്തെ പ്രത്യേകത തന്നെയായിരുന്നു. ഇതുകൂടാതെ തന്നെ പുഴയിലൂടെ കെട്ടുവള്ളങ്ങളും പായൽ തോണികളും തെക്കോട്ടൊഴുകിപ്പോകുന്നത് കാണാമായിരുന്നു. മത്സ്യം വാരിക്കൂട്ടുന്നതിനായി മുങ്ങാങ്കുഴിയിടുന്ന ചീന വലകൾക്ക് മുകളിൽ ഉറക്കം നടിച്ചിരിക്കുന്ന പൊന്മാനുകളെ കാണാമായിരുന്നു. ധാരാളം വെള്ളക്കൊക്കുകളും പുഴക്കരയിലെ വൃക്ഷങ്ങൾക്ക് മുകളിൽ ചേക്കേറിയിരുന്നു. തൻ്റെ തിരച്ചിലുകൾക്കൊടുവിൽ മിനി ഗൾഫായ മണപ്പുറത്തെ കൊച്ചു ഗ്രാമത്തിൽ നരേന്ദ്രൻ എത്തിച്ചേരുന്നത് തികച്ചും യാദൃച്ഛികമായിട്ടായിരുന്നു. ഒരു ഗൂർഖ വാച്ച്മാൻ്റെ ആവശ്യം കാണിച്ചുകൊണ്ടുള്ള അറിയിപ്പ് കണ്ടിട്ടാണ് അവൻ ആ ജോലിക്കായി അവിടെ എത്തിപ്പെട്ടത്. പിതാവിൻ്റെ ജന്മദേശത്തെക്കുറിച്ച് അമ്മയിൽ നിന്നും കേട്ടറിഞ്ഞ വർണ്ണനകൾ അവൻ അവിടെ കണ്ടു. നരേന്ദ്രൻ അവിടെ കണ്ട കാഴ്ചകളായിരുന്നു നമ്മൾ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ കാണുന്നത്. ഒരു പഴമയുടെ ചിത്രവും നാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും തൊഴിലുമെല്ലാം നമുക്കവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയും. പ്രകൃതിയാലുള്ള സവിശേഷതകൾ കാണാൻ കഴിയുമെങ്കിലും ആ നാട്ടിൽ രാത്രി സമയങ്ങളിൽ കളവും പകൽ പോലും സ്ത്രീകൾ അപമാനിക്കപ്പെടുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള സാമൂഹ്യ ദ്രോഹികളിൽ നിന്നും ആ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു നരേന്ദ്രൻ അവിടെ എത്തിച്ചേർന്നത്. അവൻ ആ ഗ്രാമത്തെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാവലായി. അതുകൊണ്ട് തന്നെ ഗ്രാമവാസികൾ അവനെ പുകഴ്ത്താൻ തുടങ്ങി. എന്നാൽ വാർഡ് നമ്പർ 9 255 നമ്പർ വീട് അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അവിടുത്തെ ഗൃഹനാഥനുമായി എന്തോ അടുപ്പമുള്ളതുപോലെ അവന് തോന്നി. ഒരു ദിവസം അവൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ പുറത്തേക്ക് വന്നത് ഗൃഹനാഥനായിരുന്നു. നരേന്ദ്രൻ അയാളെ തുറച്ചു നോക്കി. ആളെ പിടികിട്ടി. എന്നാൽ എന്തു പറയണമെന്നറിയാതെ അവൻ കിതച്ചു. തൻ്റെ പിതാവാണ് അതെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഭവ്യമായി ഒരു സലാം ചെയ്തുകൊണ്ട് അവൻ അവിടെ നിന്നും പടിയിറങ്ങി. അതിനുശേഷം അവൻ ആ നാടിനോട് വിട പറഞ്ഞു. അവൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്ന പിതാവിൻ്റെ രൂപത്തിനോടും പിതാവിൻ്റെ ദേശത്തോടും വിട പറയുമ്പോൾ അവൻ്റെ എല്ലാം അവനിൽ നിന്നും അകന്നു പോകുന്നതായി അവൻ്റെ മനസ്സു നിരാശപ്പെട്ടു. തനിക്കും ഒന്നും നേടാനോ കാണാനോ ഇല്ല എന്നവൻ തിരിച്ചറിഞ്ഞു.
ഒരു ദേശത്തിൻ്റെ സവിശേഷത തന്നെയാണ്. യാതൊരു മേൽവിലാസവും ഇല്ലാതിരുന്ന പിതാവിനെ കണ്ടുപിടിക്കാൻ അവനെ സഹായിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും മടങ്ങുമ്പോൾ ആ പ്രദേശവും നഷ്ടമാകുന്ന ആ പ്രകൃതി സൗന്ദര്യവുമെല്ലാം അവൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ മക്കളെ, എല്ലാവർക്കും പാഠഭാഗത്തിൻ്റെ ആശയം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം.